ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് പറയുന്നതിന് എന്താ പ്രശ്നം? അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അത് തെറ്റായത് കൊണ്ടാണ് 2007 തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പോയത്. അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ? ഒന്നുകൂടി ഞാൻ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ, ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോട് പല റിപ്പോർട്ടുണ്ട്. അശരീരി കേട്ടപ്പോ അത് ജിബ്രീലാണ്, ഞാൻ ജിബ്രീലാണെന്ന് പറഞ്ഞു. അങ്ങനെ അശരീരി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീവി ചോദിച്ചു, നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക്. എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക്. ആരാണ് അവിടെ ഉള്ളത്? ആരാ? മലക്ക്. ഏത് മലക്ക്? ജിബ്രീൽ എന്ന മലക്ക്. കണ്ടോ, ഹാജറ ബീവി സഹായം ചോദിച്ചില്ലേ? മനുഷ്യ കഴിവിനതീതമായ സഹായമല്ലേ ആ ചോദിച്ചത്? അതെ, മനുഷ്യ കഴിവിനതീതമായ സഹായമല്ലേ മലക്കിന്റെ സഹായം? മരുഭൂമിയിൽ അകപ്പെട്ടു, അല്ല, ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. വിജനപ്രദേശം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു മരുഭൂമി പോയി ഒരു മുസ്ലിയാർ അകപ്പെട്ടു. അങ്ങനെ അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. കുടുങ്ങിപ്പോയി. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. അവിടുന്ന് ഒരു അശരീരി കേട്ടു. ആരുമില്ല, മരുഭൂമിയിലാണ്, ഒരാളുമില്ല, ഒരു അശരീരി കേട്ടു. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. എന്നിട്ട് അടുത്ത വാചകം, ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി. ഹാജറ ബീവിയുടെ സംഭവം എന്താ? പണ്ടൊരു അശരീരി കേട്ടു. അപ്പൊ ആരാ? മലക്ക്. ഏത് മലക്ക്? ജിബ്രീൽ. അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല.